ഹായ് ഹലോ വെൽക്കം ടു മാസ്റ്റർ കെ അക്കാഡമി. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എക്സാമിന് പഠിച്ചാൽ ജോലി കിട്ടുമോ? കഴിഞ്ഞ തവണത്തെ നിയമനങ്ങൾ എത്രത്തോളമായിരുന്നു എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വന്നിരിക്കുന്നത്. തെളിവ് സഹിതമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഇതാണ് കഴിഞ്ഞ നിയമന നിലയെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ചാർട്ടാണിത്. അപ്പം നമുക്ക് ഓരോ ജില്ലാ വൈസ് തന്നെ നമുക്കതൊന്ന് പരിശോധിക്കാം. നോക്കി, തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോൾ വന്നിരിക്കുന്ന നിയമന ശുപാർശ 186 അഡ്വൈസ് വന്നിരിക്കുന്നത്. എത്രയാണ്? 186 പേർക്കാണ് ഇതുവരെ അഡ്വൈസ് പോയിരിക്കുന്നത്. ആ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് എന്നാണ് നോക്കി, 2024 ഫെബ്രുവരി 22 ഈ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. നോക്കുക, ശ്രദ്ധിക്കുക, കണ്ടോ, 2024 ഫെബ്രുവരി 22 തിരുവനന്തപുരം ജില്ലയിലെ VFAയുടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് അല്ലേ. അതിനു മുന്നേ ഉള്ള റാങ്ക് പട്ടികയിൽ നിന്നും നിയമനം നടന്നത് 177 എണ്ണമാണ്. 177 പേർക്കാണ് നിയമനം പോയിരുന്നത്. ഇപ്പോൾ നോക്കി, ഇപ്പോഴത്തെ റാങ്ക് പട്ടികയിൽ നിന്നും എത്ര പേർക്ക് പോയി? 186 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുന്നേ നടന്ന എക്സാമിന് അല്ലേ, ആ നിയമനത്തിനേക്കാൾ കൂടുതൽ ഇപ്പോൾ എന്ത് പോയിരിക്കുന്നു? അഡ്വൈസ് പോയിരിക്കുകയാണ് അല്ലേ. അതുപോലെ തന്നെ കൊല്ലം ജില്ലയിലേക്ക് വരാം. കൊല്ലം ജില്ലയിൽ നോക്കി, റാങ്ക് പട്ടിക നിലവിൽ വന്നതെന്നാണ് 2024 ജനുവരി 9 അല്ലേ. ഇപ്പോൾ പോയിരിക്കുന്ന അഡ്വൈസ് എന്ന് പറഞ്ഞാൽ 129 അഡ്വൈസാണ് പോയിരിക്കുന്നത്. ഇതിന് മുൻ പട്ടികയിൽ നിന്നും പോയിരിക്കുന്ന എത്രയാണ്? 206 അഡ്വൈസ് പോയിട്ടുണ്ട് അല്ലേ. അപ്പോൾ മുൻ പട്ടികയെ അപേക്ഷിച്ച് നോക്കാനാണെങ്കിൽ കൊല്ലം ജില്ലയിൽ ഇത്തിരി കുറവാണ് നിയമന ശുപാർശ വന്നിരിക്കുന്നത്. പത്തനംതിട്ടയിൽ നോക്കി, 2023 ഡിസംബർ 1 റാങ്ക് പട്ടിക നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ഇതുവരെ പോയിരിക്കുന്ന അഡ്വൈസ് എത്രയാണ്? 86 അഡ്വൈസ് ആണ് ഇതുവരെ പോയിരിക്കുന്നത്. 113 പേർക്കാണ് കഴിഞ്ഞ തവണ, അതിന് മുന്നത്തെ തവണ എന്ത് പോയത്? നിയമനം ലഭിച്ചത് അല്ലേ. ആലപ്പുഴയിലാണെങ്കിലോ 2023 നവംബർ 22 റാങ്ക് പട്ടിക നിലവിൽ വന്നു. നിങ്ങൾ ചിന്തിക്കുക, ആ എക്സാം കഴിഞ്ഞതിന് ശേഷം ഏറ്റവും ആദ്യം റാങ്ക് പട്ടിക നിലവിൽ വന്നത് എവിടെയായിരുന്നു? ആലപ്പുഴയിലായിരുന്നു അല്ലേ. നവംബർ 22 എന്ത് വന്നു? റാങ്ക് പട്ടിക നിലവിൽ വന്നു. 104 പേർക്കാണ് അഡ്വൈസ് പോയിരിക്കുന്നത്. നേരത്തെ എത്ര പേർക്കായിരുന്നു? 128 പേർക്കായിരുന്നു. നേരത്തെ എത്ര പേർക്കായിരുന്നു? 128 പേർക്കായിരുന്നു. കോട്ടയത്താണെങ്കിൽ നോക്കാം, 2024 ജനുവരി 4 റാങ്ക് പട്ടിക നിലവിൽ വന്നത്. നേരത്തെ 139 പേർക്ക് നിയമനം ലഭിച്ചു. ഇപ്പോൾ 130 പേർക്ക് എന്താണ്? അഡ്വൈസ് പോയിട്ടുണ്ട് അല്ലേ. ഇടുക്കിയിലാണെങ്കിലോ 2024 ജനുവരി 25 റാങ്ക് പട്ടിക നിലവിൽ വന്നത്. നേരത്തെ 132 പേർക്ക് നിയമനം ലഭിച്ചിരുന്ന ഒരു പോസ്റ്റായിരുന്നു ഇടുക്കിയിലെ VFA അല്ലേ. ഇപ്പോൾ എത്ര പേർക്കാണ്? 71 പേർക്കാണ് അഡ്വൈസ് പോയിരിക്കുന്നത്. കമ്പാരിറ്റീവ്ലി ഇത്തിരി കുറവാണ്. അപ്പോൾ അത് കയറി വരുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എറണാകുളത്ത് നോക്കി, 2023 ഡിസംബർ 22 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. 181 പേരായിരുന്നു നേരത്തെ എങ്കിൽ ഇപ്പോൾ എത്രയാണ്? 194 പേർക്കാണ് നിയമന ശുപാർശ പോയിരിക്കുന്നത്. തൃശ്ശൂരാണ് ഏറ്റവും കൂടുതൽ അഡ്വൈസ് പോയിരിക്കുന്നത്. 249 പേർക്കാണ് തൃശ്ശൂരിൽ അഡ്വൈസ് പോയിരിക്കുന്നത്. 2023 ഡിസംബർ 12 റാങ്ക് പട്ടിക നിലവിൽ വന്നത്. നേരത്തെ 204 പേരായിരുന്നു. കണ്ടോ, അന്നും എന്താണ്? തൃശ്ശൂരിലും ഒരു ഹൈക്ക് ഉണ്ടായിരുന്നു. അന്ന് ഇതിന് മുമ്പത്തെ പട്ടികയിൽ ഏറ്റവും കൂടുതൽ നിയമനം നടന്നത് എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ്. 206 പേർക്കായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ എവിടെയാണ്? തൃശ്ശൂരാണ്. ഓക്കെ ആണല്ലോ. പാലക്കാട് നോക്കി, 2024 ജനുവരി 4 റാങ്ക് പട്ടിക നിലവിൽ വന്നത്. നേരത്തെ 181 പേരായിരുന്നെങ്കിൽ ഇപ്പോൾ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. 203 പേർക്ക് എന്ത് ചെയ്തു? നിയമന ശുപാർശ പോയിട്ടുണ്ട് അല്ലെ. മലപ്പുറത്താണെങ്കിൽ ഇപ്പോൾ 199. നേരത്തെ എത്ര ആയിരുന്നു? 148 ആയിരുന്നു. 2024 ജനുവരി 4 തന്നെയാണ് അതും റാങ്ക് പട്ടിക നിലവിൽ വന്നത്. കോഴിക്കോട് നോക്കൂ, കോഴിക്കോട് നേരത്തെ 156 ആയിരുന്നെങ്കിൽ ഇപ്പോൾ എത്രയാണ്? 131 പേർക്കാണ് അഡ്വൈസ് പോയിരിക്കുന്നത്. വയനാട് നോക്കിയേ, വയനാടാണ് ഏറ്റവും കുറവ് അഡ്വൈസ് പോയിരിക്കുന്നത്. 37 അഡ്വൈസ് ആണ് ഇപ്പോൾ പോയിരിക്കുന്നത്. നേരത്തെ 82 അഡ്വൈസ് ആയിരുന്നു. നേരത്തെ എത്ര ആയിരുന്നു? 82 അഡ്വൈസ് ആയിരുന്നു. കണ്ണൂരാണെങ്കിൽ നോക്കിയേ, നേരത്തെ 131 പേർക്കാണ് നേരത്തെ എന്ത് പോയിരുന്നത്? അഡ്വൈസ്
അല്ല അഡ്വൈസ് അല്ല, നിയമനം ലഭിച്ചത് 131 പേർക്കാണ് നേരത്തെ നിയമനം ലഭിച്ചത്. ഇപ്പോഴാണെങ്കിലോ ശ്രദ്ധിച്ചേ, ഇപ്പം 175 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് അല്ലേ. അപ്പം എന്താണ്, കൂടിയിട്ടുണ്ട്. എവിടാണ്, കണ്ണൂർ ജില്ലയിലാണെങ്കിൽ നിയമന സാധ്യത എന്താണ്, കൂടിയിരിക്കുകയാണ് അല്ലേ. കാസർഗോഡ് നോക്കി, നേരത്തെ 157 ഇപ്പം എത്രയാണ്, 81 കുറഞ്ഞിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇനിയും നിയമനം നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ പട്ടികയിൽ VFAയുടെ കഴിഞ്ഞ പട്ടികയിൽ നിന്നും 2135 പേർക്കാണ് എന്താ ആകെ ജോലി ലഭിച്ചത്. 2135. ഇപ്പോൾ ഓൺ ഗോയിങ് ആയിട്ടുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്നും 1975 പേർക്ക് ഇതുവരെ എന്ത് പോയിട്ടുണ്ട്, അഡ്വൈസ് പോയിട്ടുണ്ട്. 2000 കടക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇപ്പോൾ നടക്കാൻ പോകുന്ന VFA എക്സാമിൻ്റെ റാങ്ക് പട്ടിക അടുത്ത വർഷം 2027 മാർച്ചോടെ വരാനാണ് സാധ്യത ഉള്ളത്. ഓക്കെ ആണല്ലോ. ഇപ്പോൾ വേണ്ട മാസ്റ്റർ കി അക്കാഡമിയിൽ ഈ ഓഗസ്റ്റ് 2 തീയതി മുതൽ എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് VFAയുടെ ഒരു ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇനിയും പഠിച്ചു തുടങ്ങാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്ത് പഠിക്കണം. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, ഞങ്ങളുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റും. വേറൊന്നും കൊണ്ടല്ല, നോക്കി 2000-ഓളം വേക്കൻസിയും നിയമനവും അല്ലേ കൃത്യമായിട്ട് നടക്കുന്ന ഒരു പോസ്റ്റാണ് VFA. അപ്പോൾ ഇനിയും വെച്ച് താമസിക്കേണ്ട, ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഞങ്ങളുടെ ഏറ്റവും പുതിയ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യും. ബൈ.